അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, നമ്മുടെ മനസ്സിനെ സ്പർശിക്കുന്ന ഒരു സംഭവം ഹദീസിൽ വിവരിക്കപ്പെട്ടതായി കാണാം. ഒരു ദിവസം ഒരു മനുഷ്യൻ മറ്റൊരു ഗ്രാമത്തിലേക്ക് യാത്ര തിരിക്കുകയാണ്. വലിയൊരു വ്യാപാരമോ ബന്ധുവീട്ടിലേക്കോ അല്ല. അദ്ദേഹത്തോട് വഴിയിൽ വെച്ച് ഒരു മലക്ക് ചോദിക്കുന്നു, എവിടേക്കാണ് പോകുന്നത്? അദ്ദേഹം അതിന് നൽകിയ മറുപടി, അവിടെ എനിക്ക് ഒരു സഹോദരനുണ്ട്, അവനെ സന്ദർശിക്കാനാണ് പോകുന്നത്. അപ്പോൾ മലക്ക് ചോദിച്ചു, അവനിൽ നിന്ന് താങ്കൾക്ക് എന്തെങ്കിലും ലൗകിക നേട്ടമുണ്ടോ? അദ്ദേഹം പറഞ്ഞു, ഇല്ല, ഒരിക്കലുമില്ല. അള്ളാഹുവിനു വേണ്ടി ഞാൻ അദ്ദേഹത്തെ സ്നേഹിക്കുന്നു, അതുകൊണ്ടാണ് അദ്ദേഹത്തെ സന്ദർശിക്കാൻ പോകുന്നത്. അപ്പോൾ ആ മലക്ക് ഒരു സന്തോഷ വാർത്ത അറിയിക്കുകയാണ്. ഫഇന്നി റസൂലുള്ളാഹി ഇലൈക അന്നല്ലാഹ അഹബ്ബക കമാ അഹ്ബബ്തഹു. നീ അവനെ അള്ളാഹുവിന് വേണ്ടി സ്നേഹിച്ചതുപോലെ അള്ളാഹു നിന്നെയും സ്നേഹിച്ചിരിക്കുന്നു എന്നറിയിക്കാൻ വേണ്ടി അള്ളാഹു എന്നെ അയച്ചതാണ്. പ്രിയമുള്ളവരെ, ഇന്നത്തെ കാലത്ത് മനുഷ്യബന്ധങ്ങൾ പലപ്പോഴും സ്വാർത്ഥതയുടെ അടിസ്ഥാനത്തിലാണ്. പണം ഉണ്ടെങ്കിൽ സ്നേഹം, സ്ഥാനമുണ്ടെങ്കിൽ ബഹുമാനം, ആവശ്യങ്ങൾ തീർന്നാൽ ബന്ധങ്ങളും അവസാനിക്കുന്നു. പക്ഷേ പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നത് അതല്ല. അള്ളാഹുവിനു വേണ്ടി സ്നേഹിക്കുക, അള്ളാഹുവിനു വേണ്ടി കൂടിച്ചേരുക, അള്ളാഹുവിനു വേണ്ടി സന്ദർശിക്കുക, അള്ളാഹുവിനു വേണ്ടി സഹായിക്കുക. അങ്ങനെയുള്ള ബന്ധങ്ങൾ ഭൂമിയിൽ അവസാനിക്കുകയില്ല, അത് അർശിൻ്റെ തണലിലേക്ക് എത്തിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ പറയുന്നു, ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ. വിശ്വാസികൾ പരസ്പരം സഹോദരന്മാർ മാത്രമാണ്. സൂറത്തുൽ ഹുജറാത്ത് 10-ാമത്തെ ആയത്തിലാണിത്. മറ്റൊരിടത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വൽ അഖില്ലാഉ യൗമഇദിൻ ബഅ്ളുഹും ലിബഅ്ളിൻ അദുവ്വുൻ ഇല്ലൽ മുത്തഖീൻ. അന്ന് എല്ലാ സുഹൃത്തുക്കളും പരസ്പരം ശത്രുക്കളായിരിക്കും, അള്ളാഹുവിനെ സൂക്ഷിച്ചവർ ഒഴികെ. സൂറത്തു സുഖ്റുഫ് 67-ാമത്തെ ആയത്തിലാണിത്. അതുകൊണ്ട് നമ്മുടെ സൗഹൃദം തഖ്വയുടെ അടിസ്ഥാനത്തിലായിരിക്കണം. ഇനി നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രഖ്യാപിക്കുന്ന ഒരു മഹത്തായ പ്രഖ്യാപനം കേൾക്കാം. അള്ളാഹുവിൻ്റെ തിരുദൂതർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഖാല അല്ലാഹു തബാറക വ തആല വജബത് മഹബ്ബതി ലിൽ മുതഹബ്ബീന ഫിയ്യ വൽ മുതജാലിസീന ഫിയ്യ വൽ മുതസാവിരീന ഫിയ്യ വൽ മുതബാദിലീന ഫിയ്യ. അഥവാ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, എനിക്ക് വേണ്ടി എൻ്റെ മാർഗത്തിൽ പരസ്പരം സ്നേഹിക്കുന്നവർക്കും എനിക്ക് വേണ്ടി ഒരുമിച്ചിരിക്കുന്നവർക്കും എനിക്ക് വേണ്ടി പരസ്പരം സന്ദർശിക്കുന്നവർക്കും എനിക്ക് വേണ്ടി പരസ്പരം ചെലവഴിക്കുന്നവർക്കും എൻ്റെ സ്നേഹം നിർബന്ധമായിരിക്കുന്നു. ഇതൊരു സാധാരണ വാഗ്ദാനമല്ല. വജബത് മഹബ്ബത്തി അഥവാ എൻ്റെ സ്നേഹം നിർബന്ധമായി എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ പ്രഖ്യാപിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഒന്ന് ചിന്തിച്ചു നോക്കൂ. ലോകത്തിലെ ഏറ്റവും വലിയ നേട്ടം എന്താണ്? സമ്പത്തോ പ്രശസ്തിയോ അധികാരമോ? അതൊന്നുമല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ സ്നേഹിക്കുന്നു എന്നതാണ് ഏറ്റവും വലിയ ഭാഗ്യം. മറ്റൊരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ, വളരെ പ്രസിദ്ധമായ ഹദീസാണ്, സബഅത്തുൻ യുളില്ലുഹുമുല്ലാഹു ഫീ ദില്ലിഹി യൗമ ലാ ദില്ല ഇല്ലാ ദില്ലുഹു. നാളെ ഖിയാമത്ത് നാളിൽ 7 വിഭാഗം ആളുകൾ അർശിൻ്റെ തണലിലായിരിക്കും. അവരിൽ ഒരു വിഭാഗം വറജുലാനി തഹബ്ബാ ഫില്ലാഹി ജതമഅ അലൈഹി വതഫറഖ അലൈഹി. അള്ളാഹുവിനു വേണ്ടി പരസ്പരം സ്നേഹിച്ച 2 ആളുകളാണ്. അവർ ആ സ്നേഹത്തിൽ ഒന്നിക്കുകയും അതിൽ തന്നെ വേർപിരിയുകയും ചെയ്തു. സ്വഹീഹ് ബുഖാരിയിലും സ്വഹീഹ് മുസ്ലിമിലും ഉദ്ധരിക്കപ്പെട്ട ഹദീസാണിത്. അതിനാൽ നമുക്ക് ഇന്ന് തന്നെ ഒരു തീരുമാനമെടുക്കാം. നമ്മുടെ സൗഹൃദങ്ങൾ അള്ളാഹുവിനു വേണ്ടിയാകട്ടെ, നമ്മുടെ സന്ദർശനങ്ങൾ അള്ളാഹുവിനു വേണ്ടിയാകട്ടെ, നമ്മുടെ സഹായങ്ങൾ അതും അള്ളാഹുവിനു വേണ്ടിയാകട്ടെ, നമ്മുടെ സ്നേഹം അള്ളാഹുവിനു വേണ്ടിയാകട്ടെ. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രഖ്യാപിക്കും, എൻ്റെ സ്നേഹം നിങ്ങൾക്ക് നിർബന്ധമായിരിക്കുന്നു. ആ രൂപത്തിൽ അള്ളാഹുവിൻ്റെ സ്നേഹം നേടാൻ അല്ലാഹു തആല നമുക്കും ബന്ധപ്പെട്ടവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.